നീ ഇങ്ങനെ കണ്ടമാനം ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ കൊച്ചാക്കണ്ട. വാസുവിനോട് പലിശയ്ക്ക് വാങ്ങിച്ച 10 ലക്ഷത്തിൽ പകുതിയും ബിസിനസ്സിന് ഇറക്കാനെന്നും പറഞ്ഞ് കൊണ്ടുപോയത് നിന്റെ അനിയനാ. സമ്മതിച്ചു. ബാക്കി 5 ലക്ഷോ ചീട്ട് കളിച്ചും വെള്ളമടിച്ചും നശിപ്പിച്ചു അല്ലേ? നീ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണോ കല്യാണം കഴിച്ചത്? ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഈ കല്യാണം എന്റെ ആവശ്യമായിരുന്നല്ലോ. പ്രേമിച്ച് വഞ്ചിച്ച് കടന്നു കളയാൻ ശ്രമിച്ചവനോട് പ്രതികാരം ചെയ്തപ്പോ പറ്റിയ ഒരു കയ്യബദ്ധം. അതിന്ന് രക്ഷിച്ച നിങ്ങളോട് എനിക്ക് തോന്നിയ കടപ്പാടാ ഈ കല്യാണം. അല്ലാതെ 5 പെൺമക്കളുള്ള തന്തയോട് തോന്നിയ ആഗ്രഹമൊന്നുമല്ല. നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഒക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതെ, അറിയാത്ത ഒരു കാര്യം പുതിയതായിട്ട് പറയാം. 10 അല്ല 15 ലക്ഷമായാലും കടം ഞാൻ വീട്ടാം. അതിനുള്ള ബാങ്ക് ബാലൻസ് എനിക്കുണ്ട്. സത്യമാണോ നീ പറയുന്നത്? കലാവതി വെറും വാക്ക് പറയാറില്ല. കടം ഞാൻ വീട്ടും, ഒരു ഉടമ്പടിയുടെ പുറത്ത്. എന്താ? നിങ്ങളുടെ മക്കളെ നോക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, ആഘോഷമായിട്ട് ജീവിക്കാനാ. മനസ്സിലായില്ല. ഒഴിവാക്കണം 5 എണ്ണത്തിനെയും. പെട്ടെന്ന് വേണ്ട, കുറച്ച് ദിവസത്തിനകം. പടിയടച്ച് പുറത്താക്കണം. അതിന് ചന്ദ്രൻ ബുദ്ധിമുട്ടുണ്ട, ഞാൻ ചെയ്തോളാം. എല്ലാവരും പോയി അമ്മ. ഇനിയിപ്പോ ആരും ഞങ്ങളെ നോക്കാനില്ല. ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടായി. എന്നാലും വാവകളെ ഞങ്ങൾ എങ്ങനെയെങ്കിലും നോക്കും. അങ്ങനെ ആരും ഇല്ലാന്ന് കരുതി വിഷമിക്കണ്ട. ദൈവം ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ 5 പേരെയും പൊന്നുപോലെ നോക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. പുറത്തുനിന്ന് ആരുടെയും സഹായം ഇവർക്ക് വേണ്ട. ഇനി ഞാൻ മതി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ. ഞാൻ അങ്ങനെ പുറത്തു നിന്ന് വന്ന ആളൊന്നും അല്ല. ഇവരുടെ അമ്മ എനിക്ക് സ്വന്തം മോളായിരുന്നു. പശുവും ചത്തു, മോരിലെ പുളിയും പോയി. ഇനിയും ഒഴിച്ചു കുഴച്ചുണ്ണാനായിട്ട് ഇവിടെ നിൽക്കണ്ട. ഞാനാ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇറക്കി വിടുന്നതിന് മുമ്പ് ഇറങ്ങി പോകുന്നതല്ലേ നല്ലത്. ദൈവം എങ്ങോട്ടും പോകണ്ട, ഞങ്ങളുടെ കൂടെ തന്നെ വേണം. അതൊക്കെ ഇനി തീരുമാനിക്കുന്നതേ ഞാനാ. കുഞ്ഞുങ്ങളെ വിട്ടുപോകാൻ എനിക്ക് പറ്റില്ല. സഹതാപവും സഹായവും ഒക്കെ പൊതിഞ്ഞു കെട്ടി ഭരണത്ത് വെച്ചേക്ക്. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നിങ്ങൾ സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് മലയാളത്തിലല്ലേ? അത് മനസ്സിലായില്ലെങ്കിലേ ഭാഷ മാറ്റി പറയാം. ഇറങ്ങി പോതല്ലേ.